ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനോട് സക്കറിയ ചോദിക്കുകയാണ്, അല്ല മാഡം, ഈ പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നോ? കൂട്ടിക്കൊണ്ട് വന്നു. എന്താ മോനെ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ സാറേ? വായത്തോന്നിതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ കേട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് അടിച്ചതാ. മോനെ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ തല്ലിയ എന്താണ് അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കോടതി കയറേണ്ടി വരും. ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. ജയിലിൽ കിടന്നാൽ പലരെയും കാണാൻ പറ്റില്ല. അത് കേട്ടത് നന്ദു സക്കറിയെ തുറച്ചു നോക്കുക. ഡോ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ ഓമന വന്ന് അവരുടെ ഭർത്താവിൻ്റെ മേലെ പരാതി തന്നതല്ലേ, കള്ളു കുടിച്ചിട്ട് അടിക്കുവാണെന്ന് പറഞ്ഞ്. എന്നിട്ട് താൻ അതിനെതിരെ വല്ല കേസും എടുത്തോ? ഇല്ല മാഡം. പിന്നെ അത് അന്വേഷിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. മര്യാദയ്ക്ക് പോയി അന്വേഷിക്കാൻ നോക്കണോ? വന്നിരിക്കുന്നു കാര്യം തിരക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയൻ കുട്ടി അങ്ങ് അകത്തേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ സക്കറിയ പോലീസിനോട് പറയാതെ അവൾക്ക് കാമുകനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കോപമാണ്. അതുകൊണ്ട് ആ കോപം അടങ്ങുന്നത് വരെ നമ്മുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. പിന്നെ അകത്തൊരെണ്ണം ഇരിപ്പുണ്ട് CI. അയാൾക്കും തലയ്ക്ക് സ്ഥിരതയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. CIയും SIയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സക്കറിയ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാനി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എൻ്റെ നന്ദു, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾ പറഞ്ഞത് മുഴുവനും മുത്തശ്ശനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ എനിക്ക് മിണ്ടാതിരുന്ന് അത് കേൾക്കാൻ പറ്റുമോ? അവൾ പറഞ്ഞ ഓരോ വാക്കിനും ഞാൻ കരണത്തടിച്ചില്ലായിരുന്നെങ്കിൽ അതിൻ്റെ കുറ്റബോധം എനിക്ക് ഇന്നും തോന്നി തന്നെയായിരുന്നു. എൻ്റെ മുത്തശ്ശൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശനെ കുറിച്ച് കുറ്റം പറഞ്ഞ് അവളെ പിന്നെ ഞാൻ എടുത്ത് ഉമ്മ വയ്ക്കണമായിരുന്നോ? നീ തന്നെ പറ. ശരിയാണ്, നീ തല്ലിയതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല. പക്ഷേ സ്ത്രീകളെ തൊട്ട് കളിച്ചാലുള്ള പ്രശ്നം എന്തൊക്കെയാന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അനി ഒന്ന് ദേഷ്യം പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഞാൻ ദേഷ്യം പിടിച്ചു വെച്ചിരുന്നെങ്കിൽ എൻ്റെ മുത്തശ്ശനെ കുറിച്ച് അവൾ പല തോന്നിയവാസവും പറഞ്ഞുണ്ടാക്കിയേനെ. അവളെ തല്ലിയത് ഒട്ടും കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയും വന്ന് എൻ്റെ മുന്നിൽ തോന്നിയാസം പറഞ്ഞ് അവളെ ഞാൻ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CI വരിക. നന്ദു, അപ്പോൾ നന്ദു എന്താ സാർ? നന്ദു ഒന്നിങ്ങ് വന്നേ. അപ്പോൾ നന്ദു CIയോടൊപ്പം ചെല്ലുക. നന്ദു, കാര്യം വളരെ പ്രശ്നമായിരിക്കുക. അനിയോട് ഒരു കരുണയും കാണിക്കരുതെന്നാ DYSP പറഞ്ഞിരിക്കുന്നത്. എന്താ സാർ, എന്താ പ്രശ്നം? എന്നെ വിളിച്ചിരുന്നു. DGPയും സംസാരിച്ചു. പിന്നെ അനി ചെയ്ത കുറ്റം ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണെന്നാണ് പറഞ്ഞത്. ഏത് വലിയ കൊമ്പത്താൾ വന്ന് സംസാരിച്ചാലും അനിക്കെതിരെ കേസ് നടക്കുമെന്ന് തന്നെ പറഞ്ഞു. ഈ കേസിൽ എന്തോ DGP കാര്യമായിട്ട് ഇൻട്രസ്റ്റ് എടുത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അനിയോട് കരുണ കാണിച്ച് നമ്മൾ അനിയെ പുറത്തിരുത്തിയ അത് വേറെ പ്രശ്നവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്, അനിയെ ലോക്കപ്പിൽ തന്നെ ഇട്. സാർ, അത് വേണോ? അവരാരെങ്കിലും വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുമ്പോൾ അനിയെ ലോക്കപ്പിലാക്കിയാൽ പോരെ? അത് പറ്റില്ല, ലോക്കപ്പിലാക്കണം. ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നവും. അതുകൊണ്ട് എന്തായാലും ലോക്കപ്പിലാക്കണം. ഇല്ലെങ്കിൽ മിന്നൽ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി പോവും. അറിയാലോ നിയമത്തെക്കുറിച്ച്. ഞാൻ തനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നന്ദു, കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ നോക്ക്. എങ്ങനെയെങ്കിലും DGP വരുന്നതിന് മുമ്പ് അനിയെ ലോക്കപ്പിലാക്ക്. അപ്പോഴേക്കും നന്ദു അനിയോട്, എടാ, നിനക്ക് പരിഗണനയൊന്നും തരരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാ, ലോക്കപ്പിലിടാം എന്നും പറഞ്ഞുകൊണ്ട് അനിയെ വിളിച്ചുകൊണ്ടങ്ങ് പോവുക. അപ്പം അനി സന്തോഷത്തോടെ നന്ദുവിനോടൊപ്പം നടന്നു പോവുകയാണ്. ഈ സമയമാണെങ്കിൽ CI, പോടാപ്പോ, നിന്നെ ലോക്കപ്പിലിടും. നൈസായിട്ട് ഞാൻ നിന്നെ ലോക്കപ്പിലാക്കൂടാ. ഇവിടെ നിന്ന് ജയിലിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നമ്മുടെ അനിയാണെങ്കിൽ ലോക്കപ്പിനകത്തേക്ക് ഇട്ട് പൂട്ടുക. അപ്പോൾ നന്ദുവിന് ഭയങ്കര സങ്കടം. അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ മുഖത്തെ സങ്കടം കണ്ടില്ലേ? എന്തായാലും ഈ സങ്കടം ഞാൻ അവസാനിപ്പിച്ച് തരാം. ഇവനെ ഞാൻ ജയിലിലാക്കി അവിടെ വെച്ച് ഇവനെ കാണാൻ പോലും പറ്റാതെ നന്ദു വിഷമിക്കുന്നത് എനിക്കൊന്ന് കാണണം. അവളുടെ മനസ്സിലുള്ള വേദന അങ്ങനെ അവസാനിപ്പിക്കണം. അതങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ റൂട്ട് ക്ലിയർ ആവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് CI ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശനെയുമാണ്. അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ദേവേനി, മക്കളെ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത്? അതെ, പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. മക്കളെ, ഞാനും കൂടെ വരട്ടെ മക്കളെ? വേണ്ടമ്മേ, അവിടെ അമ്മ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ അവിടെ വന്ന് അമ്മ ഇരുന്നിട്ട് എന്താ കാര്യം? എന്തായാലും ഞങ്ങൾ പോയൊന്ന് സംസാരിക്കട്ടെ. CI അല്ലെങ്കിലേ അനിയോട് കരയും കയറി നടക്കുക.
അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത മോളെ നന്ദു വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഞാൻ നന്ദുവിനെ കാണാൻ അമ്മ പോകുന്നേ. എന്തായാലും ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അനിയൻ കൂട്ടി. എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ. അവനെ വളർത്തിയത് ഞാനാ. അവനെ തെറ്റിലേക്കൊന്നും പോകാതിരിക്കാൻ പല പല നല്ല കാര്യങ്ങളും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവൻ്റെ ജീവിതം അവൻ തന്നെ കുളം തോണ്ടുക. എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ. സാരമില്ലമ്മേ, അമ്മ വിഷമിച്ചിനി അസുഖമൊന്നും വരുത്തി വെക്കണ്ട. എന്തായാലും ഞാൻ ചെല്ലട്ടെ. ഞാൻ ചെന്ന് സംസാരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാം. അമ്മ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശൻ നയനെ അമ്മയെ ആശ്വസിപ്പിച്ച് അങ്ങ് പോവുക. ഈശ്വര, എൻ്റെ മോനെ പോലീസുകാർ വെറുതെ വിട്ടാൽ മതിയായിരുന്നു. അവനെ പിടിച്ച് അകത്തിട്ടത് ശരിയായില്ല. എന്നാലും ഈ പോലീസുകാർ ഇതെന്ത് സാധനങ്ങളാ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളുടെ കുടുംബത്തിനോട് അവർക്കെന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സിഐയുടെ റൂമിലാണ്. സാർ, എന്താ എന്താ നന്ദു? സാർ, നമുക്ക് ഇന്ന് തന്നെ അനിയെ കോടതിയിൽ ഹാജരാക്കാം. അതിന് കോടതി സമയം കഴിഞ്ഞല്ലോ നന്ദു. ദേ, നമ്മൾ പിടിന്ന് ഹാജരാക്കാൻ പറ്റില്ല. ഇന്നൊരു ദിവസം അനി ലോക്കപ്പിൽ തന്നെ കിടന്നേ പറ്റൂ. കാരണം മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കണമെങ്കിൽ അതിനുള്ള സമയം വേണം. വ്യക്തമായ സമയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയാലും ഒന്നും നടക്കില്ല. കോടതിയെക്കുറിച്ച് അറിയാമല്ലോ. നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടൊന്നും കാര്യമില്ല. അവരുടെ തീരുമാനമാണ് തീരുമാനം. അതുകൊണ്ട് നമുക്കെടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല നന്ദു. എന്നാലും സർ, ഇന്നത്തെ ദിവസം അവൻ ലോക്കപ്പിൽ കിടക്കുന്നത് നല്ല സങ്കടമുള്ള കാര്യമാണ്. എൻ്റെ നന്ദു, ഇന്ന് ലോക്കപ്പിലാവുമ്പോൾ അയാൾ നമ്മുടെ മുന്നിലുണ്ട്. നാളെ അയാളെ ജയിലിലിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ അയാൾ ചെയ്തത് വലിയ തെറ്റാണെന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞു സർ, ഒരുപാട് പറഞ്ഞു. ഈ അനാമികയും അത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല. അവൾ ഒരു തരികിട പെൺകുട്ടിയാണ്. അങ്ങനെയുള്ളപ്പോൾ അനാമിക മോശക്കാരിയാണെങ്കിലും ദേ അറിയാലോ കാര്യങ്ങൾ. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം സർ. എന്നാലും അനാമിക അവൾ മിണ്ടാതിരുന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അനി അടിച്ചത്. മൂർത്തി സാറിനെ പോലെ, മൂർത്തി മുത്തശ്ശനെ പോലെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും കേട്ട് നിൽക്കുമോ സർ? ശരിയാണ് നന്ദു, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്ദുവിൻ്റെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി കാര്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ദേ ഇനി കൂടുതൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. SP-യും DGP-യും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ഇതെടുത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരൊന്നും കേൾക്കില്ല. എങ്ങനെയെങ്കിലും അനിയെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് CI ഇങ്ങനെ കളിയാക്കുമോ നന്ദുനെ? കളിയാക്കുന്ന പോലെയൊക്കെ പറയുമോ? പക്ഷേ നന്ദുവിനെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നാലും നന്ദു അതൊന്നും അറിയാത്ത പോലെ CIക്ക് മുൻപിൽ നിന്ന് അപേക്ഷിച്ചിട്ടും ഒരു രക്ഷയുമില്ല. ഈ സമയം പിന്നീട് ആദർശിനെയും നയനയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും സ്റ്റേഷനിലെത്തിയതും ആദർശൻ നയനയും CIയെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ CI ആണെങ്കിൽ അവിടെ ഇരിക്കുക. വരണം സാർ എന്നൊക്കെ പറഞ്ഞു വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ അനിയനെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. കോടതി ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവനെ വിട്ടൂടെ? അതൊക്കെ പറ്റാത്ത കാര്യമാണ് സാർ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ പയ്യനെ ഇവിടെ പിടിച്ചിടരുതെന്ന്. പക്ഷെ എന്തു ചെയ്യാനാ? കേസ് വലിയ ഉയരങ്ങളിലേക്ക് പോയിരിക്കുക. ഈ അനാമികയും ആ കുട്ടിയുടെ അച്ഛനും ഈ കേസ് ഭയങ്കര സ്ട്രോങ് ആക്കിയിരിക്കുക. പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അനിക്കെതിരെ എല്ലാ കേസും തിരിച്ചു വിട്ടിരിക്കുക. 1 മുതൽ Z വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അനിയെ കൊടുക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല സർ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? കോടതിയും കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. എന്നാലും അവൻ എന്തിനായിരിക്കും തല്ലിയത്? അതൊന്നും എനിക്കറിയില്ല സർ. ഞങ്ങൾ അനിയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ലോക്കപ്പിലിട്ടു. അതിൻ്റെ കാരണം നന്ദുവിനറിയാം. SP-യും DGP-യും ഒക്കെ മിന്നൽ പരിശോധന നടത്തിയ അനി പുറത്തിരിക്കുന്നത് കണ്ട അതിൻ്റെ പേരിൽ പിന്നെ അടുത്ത വല്ല പ്രശ്നം ഉണ്ടാക്കും. ഒരു കാര്യം മൂർത്തി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ പയ്യനെ രക്ഷിക്കാൻ നോക്ക്. അത് കേട്ടതും മുത്തശ്ശൻ ഒരു തീർത്ഥയാത്രയില്ല. ആ സമയത്ത് മുത്തശ്ശിയെ സങ്കടപ്പെടുത്തണ്ടല്ലോ. അവരെ പേടിപ്പിക്കേണ്ട, ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഈ കാര്യം അവരോട് പറയാതിരിക്കുന്നത്. എന്നാലും മൂർത്തി സാറിന് എന്തെങ്കിലും ഒരു കാര്യം DGP-യെ സ്വാധീനിച്ചെങ്കിലും ഈ കേസിൽ നിന്നും രക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മൂർത്തി സാർ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയത് കേട്ടതും ഈശ്വര, എന്തായാലും ഞാൻ നന്ദുവിനെ ഒന്ന് കാണട്ടെ ആദർശേട്ടാ. ശരി, എന്നാൽ പോയി കണ്ടിട്ട് വാ. അപ്പോൾ നന്ദുവിനെ കാണാനായിട്ട് നയനെ അങ്ങ് ചെല്ലുക. അപ്പോൾ നന്ദു, ചേച്ചി ഇരിക്കുക ചേച്ചി. നന്ദു, സത്യം പറ, നീ എന്തിനാ ഇന്ന് ഗ്രൗണ്ടിൽ പോയത്? അത് പിന്നെ നടക്കാൻ പോയതാ ചേച്ചി.
അമ്മ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. ദേ നന്ദു, നീ ഇന്ന് ഗ്രൗണ്ടിൽ പോയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത്. അതിന് ഞാൻ അവനൊന്നും ചെയ്തില്ലല്ലോ ചേച്ചി. അനാമികയല്ലേ നീ ഗ്രൗണ്ടിൽ വരാമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും അവൻ വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് എന്നാൽ ശരി, ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ നന്ദുവിനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശം നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദു? അറിയില്ല ആദർശേട്ടാ, എല്ലാ വഴികളും അടഞ്ഞു എന്നാ CI പറയുന്നത്. ആ CI എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. അയാൾ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം അനിയെ കൊടുക്കാനുള്ള പണി ചെയ്യുവാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അനി ജയിലിലായതിൻ്റെ പേരിൽ അയാൾ ഒരുപാട് സന്തോഷപ്പെടുന്നുണ്ട്. ഞാൻ അനിയെ പുറത്തിരുത്തിയപ്പോൾ അനിയെ അകത്തിടാനായിട്ട് അയാൾ പഠിച്ച പണി 18 നോക്കിയാ അകത്തിട്ടത്. അതുകൊണ്ട് തന്നെ അയാളെ കണ്ണുമടിച്ച് വിശ്വസിക്കേണ്ട. അത് പറഞ്ഞ് നീ CIയെയും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കേണ്ട. CI അങ്ങനെയൊന്നും പുകഴ്ത്തി പറയാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് പുകഴ്ത്തി പറയുന്നത് എനിക്കിഷ്ടമല്ല ചേച്ചി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞത് സത്യ. CI ആണ് ഇതിനൊക്കെ പിന്നിൽ. അനാമികയുടെയും വേണുവിൻ്റെയും കൂടെ ചേർന്ന് CI നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാം പറഞ്ഞ് നിന്നെ കെട്ടാമെന്ന ആളാ CI. അങ്ങനെയുള്ളപ്പോൾ നീ അയാളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അയ്യോ എൻ്റെ ചേച്ചി, ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ല. അനി അകത്ത് കിടക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ ഇവിടെ ഇല്ലെന്താനും. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ആദർശേട്ടാ, എങ്ങനെയെങ്കിലും മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ പറ. മുത്തശ്ശൻ വിചാരിച്ച ചിലപ്പോൾ അനിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പറയുന്നത് സത്യം ആദർശേട്ടാ. ഇപ്പം ഈ ജോലി എനിക്കൊരു ഭാരമായിട്ട് തോന്നുക. ഒരു വലിയ ഭാരം തലയിലെടുത്ത് വെച്ച കണക്ക് ആദർശേട്ടാ. മോളെ, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്തായാലും ഞാനൊന്ന് വീട്ടിൽ ചെന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത്. ജലജയും പിന്നെ ജാനകിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും അവൾ എന്തൊരു സാധനമാണ്. ഒന്ന് കണ്ണടക്കായിരുന്നല്ലോ. നന്ദി കെട്ടവളാ അവള്. എൻ്റെ മോനെ രക്ഷിക്കാൻ അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. അതെങ്ങനെ രക്ഷിക്കും ജാനകി? നിയമത്തോടൊപ്പം അല്ലേ അവൾക്ക് നിൽക്കാൻ പറ്റൂ. ആ കുട്ടി എന്ത് ചെയ്യാനാ? ആ കുട്ടിക്ക് മേലുദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ആ കുട്ടിയുടെ ജോലി പോലീസാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്ന് നീ വിചാരിക്കണ്ട ജാനകി. എല്ലാത്തിനും കാരണക്കാരൻ അജയേട്ടനാ. മകനെ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ ജാനകി, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനെ ഞാൻ ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം അറിയാവുന്ന അവൻ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്? അവനൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും അവൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയും. അനാമിക ചെയ്ത തെറ്റിന് അവൻ 2 എണ്ണം പൊട്ടിച്ചു. പൊട്ടിക്കാതെ അവളെ കൊന്നിരുന്നെങ്കിൽ എന്നെനിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങുക. അത്രയ്ക്ക് ദുഷ്ടയാവള്. പറയും, നിങ്ങളെല്ലാവരും ഇതേ പറയൂ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ജലജ, എന്തിനാ അജയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാവമല്ലേ അനാമിക മോള്? അവളെന്ത് തെറ്റ് ചെയ്തു? അവള് പാവം. ഈ കുടുംബത്തെ ഇത്രയൊക്കെ വേദനിപ്പിച്ച അവള് പാവം. ഒരു കാര്യം ഞാൻ പറയാം, അവളെ പോലെ ഒരു ലോക ക്രിമിനൽ ഈ നാട്ടിൽ വേറെയില്ല. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിപ്പോഴും നല്ല എണ്ണമുണ്ട്. കാരണം എൻ്റെ മോനെ പിടിച്ച് അകത്തിട്ടിരിക്കുക. അതിന് കാരണക്കാരി അവൾ ഒറ്റൊരുത്തി. അപ്പോഴേക്ക് ആദർശൻ നയനെ വരിക. അയ്യോ, അവരുടെ കൂടെ മോനില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേനിങ്ങനെ നിൽക്കുക. എന്തായി മക്കളെ, എന്തായി കാര്യം കുറച്ച് സീരിയസ് ആമേ. ജാമ്യം കിട്ടാൻ പാടാന്നാ CI പറഞ്ഞത്. അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി കോടതി കൊണ്ടുപോയി കോടതിയിൽ നിന്ന് വേണം ജാമ്യം മേടിക്കാമെന്ന്. ഈശ്വര, ഇതിനു വേണ്ടും എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? അവളാ ആ നന്ദു. എല്ലാത്തിനും കാരണം അവൾ ഒറ്റൊരുത്തിയ. ഇന്ന് മുഴുവനും എൻ്റെ മോൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും അല്ലേ? അതെ ഇളയമ്മേ, ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. കൂടുതലൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. ഈ വീട്ടിൽ നിന്ന് അവളെ ഈ നാട്ടിൽ നിന്ന് അവളെ രക്ഷിച്ച് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും അവളെ രക്ഷിച്ച് അവളെ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥയാക്കിയത് ഇവിടുത്തെ ഞങ്ങളുടെ അച്ഛനാ. എന്നിട്ടും അവൾക്കൊരു തുള്ളി നന്ദി പോലും ഇല്ലല്ലോ. അങ്ങനെ നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ജയിലിൽ കിടക്കുമായിരുന്നോ? എൻ്റെ ഇളയമ്മ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവർക്ക് പല റൂൾസും ഉണ്ട്. ആ റൂൾസ് ഒന്നും തെറ്റിക്കാതിരിക്കാൻ അവർ പലതും ചെയ്തേ പറ്റൂ. നന്ദു വെറും ഒരു SI മാത്രമാണ്. SIക്ക് മുകളിൽ ഇഷ്ടം പോലെ ഓഫീസർമാരുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടേ മതിയാകും. എന്ത് ചെയ്യാനാ ഇളയമ്മേ? ഒരു കാര്യം ഞാൻ പറയാം ഇളയമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനിയെ അവിടെ ഒന്നും സംഭവിക്കാതെ നന്ദു നോക്കിക്കോളും. അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ ഒറ്റൊരുത്തി കാരണമൊന്നുമല്ല. ആ അനാമിക എന്ന രാക്ഷസി കാരണ.
അനാമിക എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് തുടങ്ങിയ പ്രശ്നമായത് എന്ന് അജയനും പറയാം. അല്ലെങ്കിലും എല്ലാവരും അനാമികയല്ലേ കുറ്റം പറയൂ. പറഞ്ഞോ, ആ കൊച്ചെൻ്റെ മോനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അതിനൊരു സമാധാനം കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപ്പം പിന്നെ അത് ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. മിണ്ടരുത്, മിണ്ടിപ്പോകരുത് നീ. പിന്നെ എനിക്ക് സന്തോഷമുള്ളൂ. എടാ, കോടതിയിൽ ഹാജരാക്കിയ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അനാമികയുടെ ഭാഗത്തു നിന്നുള്ള കേസ് സ്ട്രോങ് ആണ്. നീ അനാമികയെ അടിച്ചു, സ്ത്രീ പീഡനമാണ് ചുമത്തിയിരിക്കുന്നത്. എടാ, അതുകൊണ്ട് നിനക്ക് ജാമ്യം കിട്ടുമെന്നൊന്നും അറിയില്ല. നീ സാരമില്ല നന്ദു, ഞാൻ ജയിലിൽ കിടന്നോളാം നന്ദു എന്നൊക്കെ പറയാതെ കേട്ടതും, എടാ ആ CI നിന്റെ മുൻപിൽ പരമാവധി അഭിനയിക്കുക. അയാളുടെ മനസ്സ് നിറയെ നിന്നെ ഉള്ളിലിട്ടതിൻ്റെ സന്തോഷമാണ്. അതെനിക്കറിയാം. അവനങ്ങനെ സന്തോഷിച്ചോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എനിക്ക് ഒരേ ഒരു സന്തോഷമുണ്ട്. എൻ്റെ മുത്തശ്ശനെ പറഞ്ഞതിന് അവളെ ഞാൻ തല്ലിയല്ലോ, അവളുടെ കരണം ഞാൻ അടിച്ചു പൊളിച്ചല്ലോ, അതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുക എന്നൊക്കെ പറയണത് കേട്ടത്, അനി നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഇതുപോലെ വേദനിപ്പിക്കരുതനി എന്നൊക്കെ പറയാ. അത് കേട്ടത്, ഞാൻ വേദനിപ്പിച്ചതല്ലല്ലോ നന്ദു, ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥാനത്ത് നീയാണെങ്കിൽ പോലും അങ്ങനെയേ ചെയ്യൂ. അവളോട് ഒരു തുള്ളി പരിഗണന പോലും കാണിക്കില്ല. എനിക്കറിയാം, അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. ആണ് തല്ലിയാലല്ലേ കേസുള്ളൂ. ഞാൻ 2 കൊടുത്ത കേസൊന്നും ഇല്ലല്ലോ. എന്തായാലും പൊട്ടിക്കുന്നുണ്ട് ഞാൻ 2. ആ പിശാചിനെ എൻ്റെ കയ്യിൽ കിട്ടിയ തീർക്കും ഞാൻ. എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാനി എന്നൊക്കെ പറയാം. ഞാനിവിടെ കിടന്നോളാടി, എന്നാലല്ലേ CEO നീയൊക്കെ അടുത്ത് ഇടപഴകുന്നുണ്ടോയെന്ന് എനിക്കറിയുള്ളൂ. എന്ത് വൃത്തിയായിട്ടവനാടാ നീ. ഞാൻ വെറുതെ പറഞ്ഞതാടി. എന്തായാലും ഇവിടെ കിടക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, നിന്നെ കണ്ടുകൊണ്ട് കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് CI വരെ വരുന്നുണ്ട്, നമ്മൾക്കിടയിലെ കട്ടുറുമ്പ്. അത് കേട്ടതും നന്ദു തിരിഞ്ഞു നോക്കുക. അപ്പോൾ നന്ദുവിൻ്റെ മുഖം, അനിയുടെ ചിരിച്ചുള്ള മുഖമൊക്കെ കണ്ട് CI അനിയെ തുറിച്ച് നോക്കുക. അതിനുശേഷം CI ആലോചിക്കുകയാണ്, അവൻ എൻ്റെ നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു. ലോക്കപ്പിൽ കിടക്കുന്ന സങ്കടമൊന്നും എനിക്കില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാ സാറേ? ഞാൻ തെറ്റ് ചെയ്തിട്ട് വന്നതല്ലല്ലോ, ഞാൻ വലിയൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. കാരണം എൻ്റെ മുത്തശ്ശൻ അനാവശ്യം പറഞ്ഞവളുടെ കാരണം ഞാൻ അടിച്ച് തകർത്തു. അത് ഇത്ര വലിയ തെറ്റാണെന്ന് ഏത് കോടതിയും പറഞ്ഞാൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ സാറേ. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് എനിക്കറിയാം എന്നും പറയുക. അത് കേട്ടതും, എൻ്റെ അനി ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി നടന്ന അത് നന്ദുവിൻ്റെ ജീവിതത്തെ കൂടെ ബാധിക്കും. ഞങ്ങൾക്കിടയിലേക്ക് പിന്നെ ആരും വരില്ല. കാരണം നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ വന്ന ആളാണ് ഞാൻ. അത് കേട്ടതും അനി, ഇവള് നിന്നെ കെട്ടുക പോലുമില്ല, ഒന്ന് പോടോ എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അല്ല നന്ദു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയല്ലെങ്കിലും ആന്ന് തലയാട്ടിയേക്കാം. അങ്ങനെയെങ്കിലും ഈ കിഴങ്ങൻ സന്തോഷിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് നന്ദു, ശരിയാണ് സാർ. എന്നാൽ പിന്നെ അനിയെ ഇന്ന് നന്ദു കോടതിയിലേക്ക് കൊണ്ടുപോകും കേട്ടല്ലോ. ഞാനാ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. സത്യം പറഞ്ഞ നന്ദുവാ പറഞ്ഞത്. എന്നിട്ട് CI അത് ഉടനെ മാറ്റി പറഞ്ഞു. കാരണം അനി ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്നത് കാണാൻ വയ്യ. അനന്തപുരിയിലെ പയ്യനല്ലേ, നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട്. പത്രക്കാരൊക്കെ ഇതറിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് അനിയെ എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നന്ദു അനിയെ കൊണ്ടുപോകും. എൻ്റെ നന്ദുവെ കൊണ്ടുപോകുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ കൂടെ പോകും എന്നും അനി മനസ്സിലാലോചിക്കുക. ഈ സമയം അനിയുടെ മുഖത്ത് ഒരു സങ്കടവും ഇല്ലല്ലോ, ജയിലിൽ പോകുന്ന പേടിയൊന്നുമില്ലല്ലോ. അത് കേട്ടതും, എനിക്കൊരു പേടിയില്ല സാറേ, തെറ്റ് ചെയ്യാതെയാ ഞാനിങ്ങനെ ഒന്ന് നിൽക്കുന്നത്, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല സാറേ എന്നും പറയാം. ഈ പറച്ചിലൊക്കെ മാറ്റി പറയേണ്ടി വരുവാനി, അങ്ങ് ജയിലിലേക്ക് പോയാ എന്നും CI പറയുന്നത് കേട്ടാനി ഞെട്ടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലാർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്. അവർ തീർത്ഥാടനത്തിന് പോയിരിക്കുമല്ലേ, ആ സമയത്ത് നമ്മൾ അവരെ വിളിച്ചു വരുത്തുന്നത് ശരിയാണോ? എൻ്റെ അച്ഛ, മുത്തശ്ശൻ വന്നില്ലെങ്കിൽ അനിയുടെ കാര്യം പോക്ക. കോടതിയിൽ ഹാജരാക്കി അവൻ ജയിലിലേക്ക് പോയാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് മുത്തശ്ശൻ കാര്യങ്ങൾ അറിയണം അച്ഛ, ഇല്ലെങ്കിൽ അത് വേറെ വല്ല പ്രശ്നത്തിൽ ചെന്നെത്തും. എല്ലാത്തിനും കാരണക്കാരി അവളാ. ആ അനാമിക മനഃപൂർവ്വം അനി പോകുന്നിടത്തേക്ക് പോയി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവൾ ഒറ്റൊരുത്തിയ. അങ്ങനെയുള്ളപ്പോൾ അവളെ വെറുതെ വിടാൻ പറ്റുമോ അച്ഛാ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുത്തശ്ശനോട് വരാൻ പറ. അവനെ എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ എന്നൊക്കെ പറയാം. ഈശ്വര, മോനെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനും അവൾ അപമാനിച്ചു. അവസാനം അനിയുടെ കയ്യിൽ നിന്ന് തല്ല അവൾ ഇരന്ന് മേടിച്ചതാ. അതവൾ വേണമെന്ന് വെച്ച് മേടിച്ചതാ, ചോദിച്ചു മേടിച്ചതാ. കാരണം എന്നാലല്ലേ അവൾക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവളിത് മനഃപൂർവ്വം ചെയ്തതാ. പിന്നെ ഇളയമ്മ ഒരുപാട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ. അതൊക്കെ എന്തായാലും
എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ഇളയമ്മ അത് ഇതാക്കിക്കോളും. അവളുടെ സ്വഭാവം ഇളയമ്മക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശും അജയനും ജയനും ഒക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരും. മോനെ വിഷമിക്കേണ്ടടാ, എനിക്ക് സങ്കടം വരുന്നു അച്ഛാ. ഇതുവരെ എൻ്റെ അനിയൻ അങ്ങനെയൊന്നും കിടന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ അവനിന്ന് ലോക്കപ്പിൽ കിടക്കുക. നമ്മുടെ ഒന്നും കൂടെ അവനില്ല. എനിക്കത് ഓർക്കാനോ ചിന്തിക്കാനോ പോലും കഴിയുന്നില്ല അച്ഛാ എന്നൊക്കെ പറയാം. മോനെ നീ വിഷമിക്കാതെ, എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മോൻ. കാരണം അനാമിക പറഞ്ഞ കാര്യത്തിനാണ് അവൻ്റെ കരണത്ത് തല്ലിയത്. അത് അവനെന്നല്ല, നീയാണെങ്കിലും ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും അതൊക്കെ ചെയ്യും. അതൊക്കെ ശരി തന്നെ അച്ഛാ. പക്ഷെ അവൾ വേണമെന്ന് വെച്ച് വന്നതല്ലേ. ഇതിനൊക്കെയുള്ള തിരിച്ചടി ആ വേണുവിനും അനാമികയ്ക്കും കൊടുത്തേ പറ്റൂ മക്കളെ. കേസൊന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവരെ ഒന്ന് കാണാൻ പോകുന്നത്. ഇനി എന്തായാലും അവരെ വെറുതെ വിടുന്ന ഉദ്ദേശമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ കുടുംബം ഞാൻ കുളം തോണ്ടും. എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് എസ്.ഐയുടെ റൂമിലാണ്. നന്ദു അങ്ങോട്ട് ചെന്നു. സാർ. എന്താ നന്ദു? എങ്ങനെയെങ്കിലും അനിയെ കോടതിയിൽ ഹാജരാക്കണ്ടേ സാർ? അത് കേട്ടതും എൻ്റെ നന്ദു, നിയമത്തെക്കുറിച്ച് തനിക്കറിയാമല്ലോ. നാളെയല്ലേ കോടതി ഉള്ളൂ. ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം സാർ. അനന്തപുരിയിലെ പയ്യനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോടതി കേൾക്കാതിരിക്കില്ല സാർ. അത് കേട്ടതും എൻ്റെ നന്ദു, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും കോടതി കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. എങ്ങനെയെങ്കിലും പറഞ്ഞ് കോടതിയെ ഒന്ന് ബോധ്യപ്പെടുത്തു സാർ. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ഇങ്ങനെ വന്ന് കിടക്കേണ്ട പയ്യനല്ല അനി. ലോക്കപ്പിൽ കിടന്ന അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവും. അവനെക്കുറിച്ച് അറിയാമല്ലോ. നല്ലൊരു ജീവിതം അവന് മുന്നിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവനെ ലോക്കപ്പിലിട്ട് ബുദ്ധിമുട്ടിക്കണോ സാർ? എൻ്റെ നന്ദു, അങ്ങനെ ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഒരു കോടതി തീരുമാനിക്കുന്നത് വരെ നമുക്ക് അതിനോടൊപ്പം നിന്നല്ലേ പറ്റൂ. നിയമത്തിനെക്കുറിച്ച് നന്ദുവിന് നന്നായിട്ട് അറിയാമല്ലോ. അറിയാം സാർ. എന്നാലും അനി ഇങ്ങനെ കിടക്കുമ്പോൾ സഹിക്കുന്നില്ല സാർ. അത് കേട്ടത് അവൾക്ക് സഹിക്കുന്നില്ല പോലും. എടി, നിൻ്റെ മുൻപിൽ തന്നെ അനിയെ ലോക്കപ്പിലാക്കിയത് അതിന് തന്നെയാണ്. ഇനിയിപ്പോൾ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള വെറുപ്പ് കൂടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നാൽ പിന്നെ ശരി, പോയി അനിയോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ സിയെ ഉപദേശിക്കുകയാണ്. ഈ സമയം നന്ദു ശരി സാർ, താങ്ക്സ് സാർ എന്നും പറഞ്ഞുകൊണ്ട് അനിക്കരികിലേക്ക് ചെല്ലുക. അപ്പം അനി അവിടെ ഇരിക്കുന്നുണ്ട്. അനി, നന്ദു, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? എൻ്റെ നന്ദു, ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാനല്ല, അവിടെ നീ ആയിരുന്നെങ്കിൽ പോലും അവളുടെ കരണം അടിച്ച് പൊളിച്ചാനായിരുന്നു. അത്രയ്ക്ക് തെറ്റായ വാക്കുകളാണ് മുത്തശ്ശനെക്കുറിച്ച് അവൾ പറഞ്ഞത്. എൻ്റെ മുത്തശ്ശനെക്കുറിച്ച് നിനക്കറിയാലോ. അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശനെ ആരെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ ആർക്കാണേലും സഹിക്കാൻ പറ്റുമോ? അവളെ കൊല്ലാതെ വിട്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നെന്തോ. അത് കേട്ടതും എടാ, നീ എന്നെ വേദനിപ്പിക്കുകയാണല്ലോടാ. ഓരോ ദിവസം പോകുന്തോറും എന്നെ നീ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അത് കേട്ടതും അത് നല്ല കാര്യമല്ല നന്ദു. എപ്പോഴും നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. ഞാൻ എല്ലാം കൊണ്ടും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ശരിയെന്നൊക്കെ. നിന്നെ വേദനിപ്പിക്കാൻ ഒരാളില്ലെങ്കിൽ നിൻ്റെ ജീവിതം നല്ലതാകില്ലേ എന്നൊക്കെ പറയാം. എടാ, ഇനി ഇവിടെ തന്നെ നിനക്ക് കിടക്കേണ്ടി വന്ന് നീ എന്ത് ചെയ്യും? അത് സാരമില്ല, നീ ഇതിനകത്തുള്ളപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും. നിന്നെ കണ്ടുകൊണ്ടേ കിടക്കാമല്ലോ. അത് കേട്ടതും എൻ്റെ അനി, നിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. നിന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാൻ CI പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. നിന്റെ കൂടെയാണോ പോകുന്നത്? നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെയാ CI പറഞ്ഞത്. ഒരിക്കലും ഇല്ല ചേച്ചി. ഞാനവിടെ ചെന്നപ്പോൾ അനാമിക അവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്നിട്ടേ ഇല്ല. അനാമികയാണ് അതിന് മുന്നേ വന്ന് അവനോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോയത്. മുത്തശ്ശനെക്കുറിച്ചും വലിയച്ഛനെ കുറിച്ചൊക്കെ ഓവറായിട്ട് പറഞ്ഞപ്പോൾ അടിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ ആദർശേട്ടനെ കുറിച്ചും പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞതിരിക്കുമ്പോൾ എങ്ങനെയാ കേൾക്കാതിരിക്കുന്നത്? അങ്ങനെ വന്നപ്പോൾ പരിധി വിട്ട് തല്ലിപ്പോയി എന്നാണ് അവൻ പറഞ്ഞത്. എന്നാലും നീ ചെയ്തത് ശരിയായില്ല നന്ദു. വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നമായിരിക്കാം നിനക്ക് തന്നെയല്ലേ. കണ്ടില്ലേ നന്ദു, അനി ഇപ്പോൾ ജയിലിൽ കിടക്കുക, ലോക്കപ്പിലായി. ഇനി ഇവിടെ നിന്ന് ജയിലിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറ്റം മുഴുവനും നിൻ്റെ തലയിലാവും. ഞാൻ എന്ത് ചെയ്തിട്ടാ ചേച്ചി? പരമാവധി അവനെ രക്ഷിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനിവിടെ ഉണ്ടല്ലോ ചേച്ചി, പേടിക്കണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം.
സി ഐ പിന്നെ നയത്തിലാണ് അവനെ അകത്താക്കിയിരിക്കുന്നത്. സി ഐക്ക് അവനോട് നല്ല ശത്രുതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും ആദർശ്, നന്ദു ഞങ്ങൾ അനിയൊന്ന് കാണട്ടെ. പോയി കണ്ടിട്ടു ആദർശേട്ടാ. അങ്ങനെ നന്ദു നയനയും ആദർശും കൂടെ അനിയെ കാണാൻ ചെല്ലുക. അപ്പോൾ ലോക്കപ്പിൽ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് അനി ഇങ്ങനെ ചാരി കിടക്കുക. അപ്പോഴേക്കും ആദർശൻ നയനെ ആ കാഴ്ച കണ്ട് സങ്കടത്തോടെ അനി എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പം അനി എഴുന്നേറ്റ് വന്നു. ആദർശേട്ടാ, എന്താടാ ഇത്? എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യാൻ പോയത്? മോനെ, ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്. പ്രശ്നങ്ങൾ നീ എരന്ന് വരുത്തുവാണോ? എൻ്റെ ആദർശേട്ടാ, ഞാൻ അങ്ങനെ എരന്ന് വരുത്തിയിട്ടൊന്നുമില്ല. എന്ത് ചെയ്യാനാ? പരമാവധി പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുത്തശ്ശനെ ആദർശേട്ടനെയൊക്കെ അപമാനിച്ചു. നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു. നിങ്ങൾ വൃത്തികെട്ടവരാണെന്നും എല്ലാ പെൺകുട്ടികളെയും ചതിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞു. മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് ആദർശേട്ടന് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എനിക്ക് പിന്നെ അടിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആദർശേട്ടാ? പരിധി വിട്ട് സംസാരിച്ചപ്പോൾ അവളെ ഞാൻ അടിച്ചു. അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. അവൾക്ക് കിട്ടേണ്ടത് അവൾ എരന്ന് മേടിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്കിതിൽ ഒരു കുറ്റബോധം ഇല്ല ആദർശേട്ടാ. എൻ്റെ മുത്തശ്ശനെ ചീത്ത വിളിച്ച് അവളെ തല്ലിയതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ എന്നും അനി പറയുക. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുക, അനി നീ ഇന്ന് എന്തിനാ ഗ്രൗണ്ടിലേക്ക് പോയത്? സത്യം പറ. ഗ്രൗണ്ടിലേക്ക് പോയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? നീ ഗ്രൗണ്ടിൽ പോയപ്പോൾ നീ വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അനാമിക അവിടെ വന്ന് മനഃപൂർവ്വം നിന്നെ കുത്തിയിളക്കി പ്രശ്നം ഉണ്ടാക്കിയതാ. എടാ, എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നും കാശ് തട്ടിയെടുക്കാനാ അവളും അവളുടെ അച്ഛനും ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇത് അവർക്കൊരു ഗോൾഡൻ ചാൻസാ. കണ്ടില്ലേ, ഇനി ഈ കേസിന്റെ പേരും പറഞ്ഞ് കോടികൾ അവർ തട്ടും, അത് ഉറപ്പാ. അത് കേട്ടതും പൈസ കൊടുക്കരുത്, എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അവൾക്കും അവളുടെ അച്ഛനും ഒരു ചില്ലി കാശ് പോലും കൊടുക്കരുതെന്ന് ഏട്ടനും ഏട്ടത്തിയും മുത്തശ്ശിയോട് പറയണം. കേട്ടല്ലോ? അത് കേട്ടതും എൻ്റെ മോനെ, നീ ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. നീ വേണമെന്ന് വെച്ചാണ് അവളെ തല്ലിയതല്ലേ? ഒരിക്കലുമല്ല. ഞാൻ പല പ്രാവശ്യം ക്ഷമിച്ചതാ, അവൾക്ക് താക്കീത് നൽകിയതാ. എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോടിയെന്ന് വരെ ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അതൊന്നും കേൾക്കാതെ എൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കിടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പിന്നെ അവള് പറഞ്ഞ തോന്നിയാസം കാരണം ഞാൻ അവളുടെ കരണത്തടിച്ചത്. പേടിക്കേണ്ട ഏട്ടത്തി, ഇവിടെ നന്ദു ഉണ്ടല്ലോ, അവള് നോക്കിക്കോളും. എനിക്കൊരു സംശയമുണ്ട് ആദർശേട്ടാ, ഇവിടെ നന്ദു ഉള്ളതുകൊണ്ട് ഇവൻ അവളെ മനഃപൂർവ്വം തല്ലിയതാണോന്ന്. കാരണം ഇവിടെ വന്ന് കിടന്ന നന്ദുവിനെ കാണാമല്ലോ. സത്യമാണോടാനി? അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ. എന്തായാലും ഇതിപ്പോൾ ജാമ്യമില്ല കേസാ. സ്റ്റേഷൻ വഴി ജാമ്യം തരാൻ പറ്റില്ല എന്നാ CI പറയുന്നത്. ആ CI എന്നെ നൈസായിട്ട് അകത്താക്കാൻ ശ്രമിച്ചതാ. എനിക്കതിലൊരു സംശയമില്ല. CI നല്ലവനായാൽ CIയെ കണ്ട് നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട. CI നല്ലവനൊന്നുമല്ല. അവനെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. എന്തായാലും എന്നെ അകത്തിടാൻ മുന്നിൽ നിൽക്കുന്നത് അയാളാ. നന്ദുവിനോട് ഓരോന്ന് നല്ല രീതിയിൽ സംസാരിച്ച് നന്ദുവിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചോട്ടെ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനാമിക ഇനിയും വന്നാൽ അവളെ ഞാൻ ഇനിയും തല്ലും. കൊന്നില്ലെന്നേ ഉള്ളൂ. കൊല്ലേണ്ടതായിരുന്നു അവളെ. കൊന്നിരുന്നെങ്കിൽ പ്രശ്നം അതോടുകൂടെ തീർന്നാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് നമ്മുടെ ആദർശ് നയനെ നോക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് നയനെ? എനിക്കറിയില്ല, മുത്തശ്ശൻ വരാതെ ഒരു രക്ഷയില്ലെന്ന് CI പറഞ്ഞു. ഇനി നന്ദുവിനോടും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. CIയെ കൊണ്ടേ കഴിയില്ല, പിന്നെ നന്ദുവിനെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതും ശരി തന്നെയാണ്. ഈശ്വര, ഇനിയിപ്പോൾ ആരോട് പറയും? എന്തു ചെയ്യും? നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകും? എടാ, നീ ഇല്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ നിന്നെ കാത്ത് വിഷമിക്കുന്ന എൻ്റെ അമ്മ, നിൻ്റെ അമ്മ, അച്ഛൻ, വലിയച്ഛൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവരോടൊക്കെ എന്തു മറുപടി പറയൂടാ? ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ സാഹചര്യത്തിൽ ഞാനെന്നല്ല ഏട്ടനാണെങ്കിൽ പോലും അവളെ അടിച്ചു പോകും. അങ്ങനെ ചിലപ്പോൾ നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും ജാനകി. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, മനസ്സിലായോടി എന്നും പറയാ. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ആക്കിയത് ആ നന്ദുവാ. അവൾ ഒറ്റൊരുത്തിയ, അവള് കാരണം എൻ്റെ മോൻ്റെ ജീവിതം തകർന്നത് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞോട്ടെ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. മകനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഏതൊരു അമ്മയും പറയുന്ന വാക്കുകളാണ്. അതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? അറിയില്ല, മുത്തശ്ശൻ വന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നന്ദു പറഞ്ഞത്.
പിന്നെ സി ഐയും പരമാവധി അനിയെ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഉപദ്രവിച്ച് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥയെന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് മിണ്ടാതെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വക്കീലിൻ്റെ അടുത്താണ്. വക്കീലിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ വേണുവും അനാമികയും സംസാരിക്കുക. എൻ്റെ വക്കീലേ, എന്തായാലും കേസൊക്കെ എവിടം വരെയായി? അതൊക്കെ കാര്യമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇപ്പോൾ കോടതി സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ആ പയ്യനെ ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ പയ്യനെതിരെയുള്ള കേസ് നടക്കുമ്പോൾ അതൊരു ഒന്നൊന്നര കേസായിരിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല തിട്ടമുണ്ട്. ഞാൻ മിടുക്കനാണെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്ന വക്കീല് അതിനേക്കാളും മിടുക്കനാ. ചോദ്യങ്ങളും മറുപടി പറച്ചിലും ഒക്കെ ഇത്തിരി ക്രൂരമായിരിക്കും. എന്നാലും പേടിക്കണ്ട. കുട്ടിയുടെ കരണത്ത് അവൻ തല്ലിയ പാട് അങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ഡിവോഴ്സ് കിട്ടാൻ ഈസിയാണ്. ഈസി ആയിട്ട് ഡൈവോഴ്സ് മേടിച്ച് സമാധാനമായിട്ട് തിരിച്ചു പോവാം. നിങ്ങൾ ആഗ്രഹിച്ച പണം കിട്ടുകയും ചെയ്യും. ഞാൻ മൂർത്തി സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. കോടീശ്വരന്മാരിൽ മൂന്നോ നാലോ സ്ഥാനമാറ്റിയാണ് ആ കുടുംബത്തിന്. അത് കേട്ടത് അനാമിക. 3-ാം സ്ഥാനമാണ് സർ. അതെ, അപ്പം പിന്നെ പ്രശ്നമില്ല. കോടികൾ മേടിച്ചാലും അവർക്കത് വലിയ തുകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എത്ര രൂപ ആവശ്യപ്പെടണം? താൻ പറ. ഒരു 10 കോടി ആവശ്യപ്പെട്ടാലോ സാർ? 10 കോടിയോ? അത്രയും മതിയോ? കുറഞ്ഞു പോയില്ലേ? അത് കേട്ടതും കുറഞ്ഞു പോയോ? എന്നാൽ പിന്നെ സാറ് പറ. എന്തെങ്കിലും ആവട്ടെ. 10 കോടിയെങ്കിൽ 10 കോടി. അതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നം. പിന്നെ 10 കോടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ തന്നാലേ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുമെന്ന് പറയണം. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാനും ഒരു കാരണമായല്ലോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കി ആ പയ്യനുമായിട്ടുള്ള ബന്ധം പിരിയാൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഏതൊരു കോടതിയും പെണ്ണിനോടൊപ്പേ നിൽക്കൂ. പെണ്ണിൻ്റെ ശരീരം നൊന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കോടതി വിധി അവനെതിരായിരിക്കും. അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അത്ഭുതമൊന്നുമില്ല എന്നും വക്കീൽ പറയാ. എൻ്റെ വക്കീലെ, ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആ കുടുംബത്ത് കിടന്ന് അനുഭവിച്ച ഓരോ കഷ്ടപ്പാടുകളും എനിക്കിപ്പോഴും അറിയാൻ വക്കീലെ. അതുകൊണ്ട് തന്നെ സാറ് കൂടെ ഉണ്ടെങ്കിൽ ഇനി ഒന്നും സംഭവിക്കാനില്ല. എടോ, സ്റ്റേഷനിൽ നിന്ന് അയാൾക്ക് ജാമ്യം കൊടുത്തില്ല. പിന്നെ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്നറിയില്ല. മൂർത്തി സാർ രംഗത്തിറങ്ങിയാൽ ചിലപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ജീവിതകാലം മുഴുവനും ഈ കേസ് തീരില്ല. ഈ കേസിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരും മൂർത്തിക്കും കുടുംബത്തിനും. അതുകൊണ്ട് തന്നെ ആ പയ്യനിന് രക്ഷയില്ല എന്നുള്ള കാര്യം ഉറപ്പാ. സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും അവർക്കെതിരെയുള്ളൊരു വാർത്തയും മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതും ഞാൻ തന്നെയാണ് സാർ കൊടുത്തത്. ആ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഭരണവും രാജഭരണവും ഒക്കെ ഞാൻ മീഡിയക്കാരുടെ മുൻപിൽ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും അത് കേട്ട് ഭയങ്കര ടെൻഷനില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും അകത്താക്കി കാശ് തട്ടിയെടുത്ത് ഈ കേസ് ഒഴിപ്പിച്ചു വിടണം. അത് കേട്ടതും ധൈര്യമായിട്ടിരിക്കെ. ഡിവോഴ്സ് കേസിൽ പുലിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും കോടതി കേൾക്കും. കാരണം സീനിയറാണല്ലോ ഞാൻ. സീനിയർമാരായ ഞങ്ങൾക്ക് കേസും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കും. കുട്ടിയെ ഉപദ്രവിച്ചവൻ അകത്താവുകയും ചെയ്യും. നിങ്ങൾ ആവശ്യപ്പെട്ട 10 കോടി കിട്ടുകയും ചെയ്യും. അവസാനം വഴിയില്ലാതെ മൂർത്തിയും കുടുംബവും 10 കോടി രൂപ നിങ്ങൾക്ക് തന്ന് ഈ കേസ് പിൻവലിക്കാൻ പറയുകയും ചെയ്യും. അതല്ലേ അതിൻ്റെ ശരി? അതെ സാർ, അത് തന്നെയാണ് അതിൻ്റെ ശരി. അപ്പം പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ച തുക ഞങ്ങൾക്ക് കിട്ടും അല്ല സാർ? അതെ, നഷ്ടപരിഹാരമല്ല ചോദിക്കുന്നേ. മോളുടെ ജീവിതം പോയി. മോള് കല്യാണം കഴിഞ്ഞ് ആ കുടുംബത്തിൽ ജീവിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൂടെ 10 കോടി കുറഞ്ഞു പോയെന്നേ ഞാൻ പറയും. എന്നാലും സാരില്ല, ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് വരുമ്പോൾ എന്തായാലും നമുക്കൊരു വക്കീൽ നോട്ടീസ് അങ്ങോട്ടേക്ക് അയക്കാം. അനന്തപുരിയിലേക്ക് ചെല്ലട്ടെ വക്കീൽ നോട്ടീസ്. അപ്പോഴല്ലേ കാര്യങ്ങളുടെ ചൂടവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും വലിയച്ഛനെയും കൊച്ചച്ഛനെയുമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? അറിയില്ല അച്ഛാ, എനിക്കറിയില്ല. അവൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. രക്ഷിക്കാൻ ഒരു വഴിയുമില്ല എന്നാ ആ CI പറഞ്ഞത്. എന്ത് ചെയ്യാനാച്ചാ? ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും CI കേൾക്കുന്നില്ല. ഇനി മുത്തശ്ശൻ തന്നെ